നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കാറ്റൽ ബ്രീഡ്സിനെ കുറിച്ചാണ്. നേറ്റീവ് കാറ്റൽ ബ്രീഡ്സ് ഓഫ് കേരള. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്, വെച്ചൂറും കാസർഗോഡ് ഡാർഫും. രണ്ട് ബ്രീഡിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ഇവയ്ക്ക് രണ്ടിനും ഉയരം വളരെ കുറവാണ്. ക്യാരക്ടേഴ്സ് നോക്കാം. സ്മാൾ ഇൻ സൈസ്, ഈസി ടു റിയർ, ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്, ലോ മിൽക്ക് പ്രൊഡക്ഷൻ, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, സ്യൂട്ടബിൾ ഫോർ സിംഗിൾ ഫാമിലി. ഒന്നുകൂടെ പറയാം. സ്മാൾ ഇൻ സൈസ്, ഈസി ടു റിയർ, ലെസ് മെയിൻ്റനൻസ് കോസ്റ്റ്, ലോ മിൽക്ക് പ്രൊഡക്ഷൻ, ഹൈ റെസിസ്റ്റൻസ് ടു ഡിസീസ്, സ്യൂട്ടബിൾ ഫോർ സിംഗിൾ ഫാമിലി. നേറ്റീവ് ബ്രീഡ്സിനെല്ലാം തന്നെ വളരെ ഉയർന്ന പ്രതിരോധശേഷി ഉള്ളവയാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇവയെ വളർത്തിയെടുക്കാൻ പറ്റും. വളരെ കുറച്ച് പാൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള പാൽ മാത്രമേ ഇവ നൽകുന്നുള്ളൂ. ഇവയെ വളർത്തുന്നതിന് വളരെ ചിലവ് വളരെ കുറവുള്ള ബ്രീഡ്സാണ് നമ്മുടെ വെച്ചൂറും കാസർഗോഡ് ഡാർഫും ഒക്കെ തന്നെ. നമ്മുടെ കേരളത്തിൽ തന്നെ ഇൻഡിജിനസ് ബ്രീഡായിട്ട് 7 എണ്ണത്തിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെച്ചൂറും കാസർഗോഡ് ഡാർഫും. വെച്ചൂർ കൗ ഒറിജിൻ വരുന്നത് വെച്ചൂർ വില്ലേജ്, വൈക്കം, കോട്ടയം. ക്യാരക്ടേഴ്സ്: സ്മാൾ സൈസ്ഡ് ആനിമൽസ്, ഹൈറ്റ് ഈസ് ബിലോ 90 cm, ലെങ്ത് 124 cm, ആവറേജ് വെയ്റ്റ് about 150 kg, tail almost touches the ground, compact body, small thin horns, good disease resistance and withstand hot humid climate, require very little food. Color: red, fawn, black or white are the common colors. Milk yield 2 to 3 kg per day. Milk is rich in fat. Fat percentage 4.7 to 5.3%. Smallest breed of cattle in the world. കോട്ടയത്തെ വൈക്കം താലൂക്കിലുള്ള വെച്ചൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മുടെ വെച്ചൂർ പശു ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. കളർ വരുന്നത് റെഡ്, ഫോൺ, ബ്ലാക്ക് ഓർ വൈറ്റ്. കൂടുതലായും ഫോൺ കളറിലാണ് കാണപ്പെടുന്നത്. വളരെ ചെറിയ ഒതുങ്ങിയ ശരീരമുള്ള ബ്രീഡാണ് വെച്ചൂർ പശു. ഇവയുടെ കൊമ്പുകളും വളരെ ചെറുതാണ്. ഇവയുടെ പരമാവധി ഈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 3 കിലോഗ്രാം ആണ്. 2 മുതൽ 3 കിലോഗ്രാം പാലാണ് ഒരു ദിവസം ഇവ തരുന്നത്. ഈ ഒരു പാലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. മിൽക്ക് ഈസ് റിച്ച് ഇൻ ഫാറ്റ്. ഫാറ്റ് പെർസെൻറ്റേജ് വരുന്നത് 4.7 to 5.3% ആണ്. വെച്ചൂർ പശുവിൻ്റെ പാലിന് മെഡിസിനൽ ക്വാളിറ്റീസ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പശുവാണ് വെച്ചൂർ പശു. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ വെച്ചൂർ പശുവിൻ്റെ ഇനത്തിലുള്ള ഒരു പശുവാണ് മാണിക്യം എന്ന് പറയുന്നത്. സ്മോളസ്റ്റ് ബ്രീഡ് ഓഫ് കാറ്റിൽ ഇൻ ദ വേൾഡ് വെച്ചൂരാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വെച്ചൂർ പശുവിൻ്റെ വെയിറ്റ് വരുന്നത് 150 കിലോഗ്രാമാണ്. ഹൈറ്റ് 90 സെൻറ്റിമീറ്ററും ലെങ്ത് വരുന്നത് 124 സെൻറ്റിമീറ്ററുമാണ്. വളരെ ചെറിയ ഒരു പശുവാണ് വെച്ചൂർ പശു. അടുത്ത പശു കാസർഗോഡ് ഡാർഫാണ്. കാസർഗോഡ് കുള്ളൻ എന്നാണ് പറയുന്നത്. ഒറിജിൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. നേറ്റീവ് ബ്രീഡ് ഓഫ് ഡ്രോട്ട് കാറ്റിൽ. ക്യാരക്ടേഴ്സ്: narrow and short head, small horns and long tails, very small in size, good disease resistance, high feed to milk ratio. Color: usually black, red, white and grey. Average body weight 170 kg, used for meat. The calves weigh only 10.5 kg at birth. They attain about 7 times birth weight in 1 year. കാസർഗോഡ് കുള്ളൻ പശുവിൻ്റെ സ്വദേശം വരുന്നത് പേര് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലാണ്. ഇവ പ്രധാനമായും കാണപ്പെടുന്നത് ബ്ലാക്ക് കളറിലാണ്. പ്രധാനമായും ഇവയെ അഴിച്ചുവിട്ട് വളർത്തുന്ന ബ്രീഡുകളാണ്. അഴിച്ചുവിട്ട് വളർത്താൻ ഉപയോഗിക്കുന്ന ഒരു ബ്രീഡാണ് കാസർഗോഡ് ഡാർഫ് എന്ന് പറയുന്നത്. ഫ്രീ റേഞ്ച് സിസ്റ്റമാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. വെച്ചൂർ പശു കഴിഞ്ഞാൽ 2ാം സ്ഥാനം കാസർഗോഡ് ഡാർഫിനാണ് ഉള്ളത്. കാസർഗോഡ് ഡാർഫിൻ്റെ ബോഡി വെയ്റ്റ് വരുന്നത് 170 കിലോഗ്രാം ആണ്. കാസർഗോഡ് ഡാർഫിൻ്റെ കുഞ്ഞുങ്ങൾ ബർത്ത് ടൈമിൽ 10.5 കിലോഗ്രാം വെയിറ്റ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങളുടെ കമൻറ്റുകൾ അനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ വരുന്നത്. താങ്ക് യു.